ഈ 2025 ഒക്ടോബർ 18 വ്യാഴം മാറുകയാണ്. ഡിസംബർ 5 വരെ നീണ്ടു നിൽക്കും. ഏകദേശം 49 ദിവസം. അപ്പോൾ ഈ 49 ദിവസം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ്. പല ആൾക്കാർക്ക് ഇപ്പോൾ നെഗറ്റീവായിട്ട് നിന്ന് പല ദുരിതം, സാമ്പത്തികമായിട്ട് പ്രതിസന്ധി. മെയിനെന്ന് പറഞ്ഞാൽ വ്യാഴം എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി, ബാങ്കിങ്, ഫൈനാൻസ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഗുരുക്കന്മാരുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ്. അങ്ങനെ സർവ്വ രീതിയിലും വലിപ്പത്തിലായാലും ഏറ്റവും വലുത്. അപ്പം എല്ലാ രീതിയിലും പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിമീസ്, ശത്രുക്കളെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. അതേസമയം പല ഗ്രഹങ്ങൾ, സൂര്യനെ നോക്കിക്കോ, ശനിയെ നോക്കിക്കോ, അതിനെല്ലാം പല നെഗറ്റീവായിട്ടുള്ള വേറെ ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് പ്ലാനറ്റ് വേറൊരു നെഗറ്റീവ് പ്ലാനറ്റിൻ്റെ കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ അതും നെഗറ്റീവ് ആവും എന്നുള്ളതാണ്. അപ്പം ഇത് ഏറ്റവും വലിപ്പം പോലെ തന്നെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഗ്രഹമാണ്. അപ്പം ഏതൊക്കെ രാശിക്കാർക്കാണ് കൂടുതലായിട്ട് ഗുണം വരുന്നത്? അതുമാത്രമല്ല, ഇപ്പം ഈ രാശി മാറുന്നത് കൂടാതെ ബാക്കിയുള്ള രാശിയുടേതായിട്ടുള്ള ആംഗിളിലുള്ള ഇതിനെപ്പറ്റിയുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഓരോ രാശിക്കാരെ പറ്റി അടുത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ബേസിക്കായിട്ടുള്ള മെയിൻ ഇപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഇപ്പോൾ ആദ്യം കൂടുതലായിട്ട് ഗുണം വരുന്നതെന്നുള്ള നമുക്ക് നോക്കാം. അപ്പം ഇതിപ്പം മിഥുനൻ രാശിയിൽ നിന്നാണല്ലോ ഇപ്പം നിൽക്കുന്നത്. അപ്പം മിഥുനൻ രാശിയിലാണ് ഇപ്പം വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഈ മിഥുനൻ രാശിയിൽ നിന്ന് വ്യാഴം ഇങ്ങോട്ട് കർക്കിടകത്തിലോട്ട് മാറുക. അപ്പം ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി അറിയാത്തവർക്ക്. അപ്പം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലോട്ടാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ ഇത് പോകുന്ന ഒരു സമയത്ത് അപ്പം അത് കഴിഞ്ഞ് അവിടെ നിന്ന് നോട്ടം വരുന്ന 159 കൂടാതെ ഓപ്പോസിറ്റോട്ടുള്ള 7 നോട്ടം വരും. അങ്ങനെ വരുമ്പം കർക്കിടകത്തിൽ നിന്ന് ഇവിടെ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക്. അപ്പം വൃശ്ചികം, മകരം, മീനം, ഈ പറയുന്ന 3 രാശിയിലോട്ട് അവിടുന്ന് നോട്ടം ചെല്ലും. അപ്പോൾ ഈ 3 രാശിക്കാർക്കും അതിൻ്റെ ആയിട്ടുള്ള കണക്ടിവിറ്റി ആയിട്ടുള്ള വരുന്നുണ്ട്. പക്ഷേ ഇത് കൂടാതെ ബാക്കിയുള്ള ഓരോ നാളിൻ്റേതും ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ഓരോ കാര്യം ഇങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചാർട്ട് കൊടുക്കുന്നുണ്ട്. ആ ചാർട്ടൂടെ വെച്ചിട്ട് നിങ്ങൾ ചാർട്ട് നോക്കിയിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ മനസ്സിലാകും. അത് തന്നെയല്ല, നിങ്ങൾക്ക് തന്നെ ഫ്യൂച്ചറിലായാലും ഒരു ചാർട്ടും എങ്ങനെ ഈ കണക്ടിവിറ്റി എങ്ങനെ ഇത് മാറുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. അതായത് ഈ 49 ദിവസത്തേക്കറിയാം. പിന്നെ ഈ വക്രം എന്ന് പറഞ്ഞാൽ വക്രത്തിൽ പോകുന്നതിൻ്റെ വീഡിയോ ആ രീതി കൊടുത്തിട്ടുണ്ട്. അറിയാത്തവർക്ക് മനസ്സിലായി എങ്ങനെയാണ് വ്യാഴം വക്രത്തിൽ പോകുന്നത്. അപ്പം ആൾക്കാരിപ്പോൾ വിചാരിക്കുന്നത് പറഞ്ഞു കൊതിപ്പിക്കുകയല്ല, ഇതൊരു സത്യമാണ്. എല്ലാ ഗ്രഹങ്ങളും വക്രത്തിൽ പോകത്തില്ല. സൂര്യനും അതേമാതിരി ചന്ദ്രനും രാഹു കേതുവും വക്രത്തിൽ പോകത്തില്ല. ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം 5 ഗ്രഹങ്ങൾ വക്രത്തിൽ പോകും. ടോട്ടൽ നമ്മുടെ 9 ഗ്രഹങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ 5 ഗ്രഹങ്ങൾ വക്രത്തിൽ പോകും. ഈ 5 ഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ടുള്ള ഈ 2-3 ഈ ഔട്ടർ സർഫേസും ഇന്നർ സർഫേസും ഉണ്ട്. അതായത് ഭൂമിയുടെ ഔട്ടറും ഇന്നറുമായിട്ട് നിൽക്കുന്ന പ്ലാനറ്റ്. അപ്പോൾ ഇന്നറിലുള്ളതും ഔട്ടറിലുള്ള റിട്രോഗ്രേഷനും വ്യത്യാസമുണ്ട്. റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വക്രം. അപ്പം അതിൻ്റെ എന്തായാലും കുറച്ച് ചാർട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വരുന്ന ഒരു ട്രയാങ്കിൾ, അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 159, 2610 അങ്ങനെ ഓരോ ആംഗിൾ. അപ്പോൾ ഇതിനകത്ത് 159 എന്നുള്ള ഒരു ട്രയാങ്കിളിൽ കണക്റ്റ് ആവും. അപ്പോൾ ആ വരുന്ന കൂട്ടത്തിൽ അപ്പോൾ ഈ ഈ റേഡിയേഷനുള്ള ഗുരുവുമായിട്ട് റേഡിയേഷനുള്ള, അപ്പോൾ ഗുരു പോയിട്ട്, അതായത് ഈ വ്യാഴം ജൂപ്പിറ്റർ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു രാശിയിൽ പോയി നിൽക്കുക. അപ്പോൾ ആ രാശി നിൽക്കുമ്പോൾ ആ രാശിയിലുള്ള എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ വരും. അപ്പോൾ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്രഹം പോസിറ്റീവ് ആവുക. അപ്പോൾ സപ്പോസ് ശനി അപ്പോൾ കണ്ടക ശനി, 7 ശനി, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടക ശനി എന്ന് പറഞ്ഞാൽ മേടക്കൂറുകാർ, അതുപോലെ കന്നിക്കൂറ്, ധനുക്കൂറ്, അങ്ങനെ മിഥുനക്കൂറ്, മീനക്കൂറ്, അപ്പോൾ അങ്ങനെയുള്ള കണ്ടക ശനി, അങ്ങനെ അതിന് മുമ്പ് 7 ശനി, അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിച്ചിരുന്ന പല ആൾക്കാർക്ക് ആ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ശനി അങ്ങ് പോസിറ്റീവ് ആവുക. അപ്പോൾ ആ ഗ്രഹങ്ങൾ, അപ്പോൾ നിങ്ങൾ ഈ പല രീതിയിലുള്ള ഈ 49 ദിവസം എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെ. പക്ഷേ അതിനകത്ത് ഞാനീ പറയുന്നതെന്ന് പറഞ്ഞാൽ രാശി വെച്ചിട്ടുള്ള ഫലമാണ്. അപ്പോൾ രാശി വെക്കാതെ തന്നെ നമുക്കത് അതായത് കൂറല്ല, നമുക്ക് ലഗ്നം വെച്ചിട്ട് പറഞ്ഞാൽ അക്യുറേറ്റ് ആകും. അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് തന്നെ ലഗ്നം, ജനിച്ച സമയവും മന്തും ഉള്ള ഒരു ചാർട്ട് കൊടുക്കുന്നു. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും.
ഒരു അസ്ട്രോളജി പഠിക്കേണ്ട, ഒരാൾക്കും അസ്ട്രോളജിയും പഠിക്കേണ്ട, ഒരു ജ്യോത്സ്യൻ്റെ അടുത്തും പോകേണ്ട, ഒന്നും പോകാതെ വെരി ഈസി ആയിട്ട് ചിലപ്പം ഇങ്ങനെ എനിക്കറിഞ്ഞൂടാ, ഞാൻ ഈ നക്ഷത്രനാടി ബേസ്ഡ് ആയിട്ടുള്ള അതായത് ഈസി ആയിട്ട് അതവിടെ ഇവിടുത്തെ പല പ്രഡിക്ഷനും നടത്തുന്നതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ചെയ്യാൻ ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അതുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യാൻ ആൾക്കാർക്ക് മടിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും, നിങ്ങളുടെ ലഗ്നം ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കുക. അതിനെപ്പറ്റി ഒരു വീഡിയോ ഇനിയിപ്പം ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലഗ്നം ഒന്നും വേണ്ട, കണ്ണും അടച്ചിട്ട് എവിടെ നിന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ജനിച്ച സമയം അറിയാവുന്ന ഒരു 100%. അതായത് ഒരു ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി, ഇവിടെ നോക്കി ഏതൊക്കെ രാശി അവിടെ എല്ലാം നമ്പരെല്ലാം എഴുതിയിട്ടുണ്ട്. ഈ രാശി ഓരോ 1, 2 സൂര്യൻ ഇവിടെ നിൽക്കുന്ന അടുത്ത ഓരോ ഇതിനകത്ത് മേലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർട്ട് കാണാം. അതിനകത്ത് ഈ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പം മീനൻ രാശിയിലെ ഒരാൾ ജനിച്ചെന്ന് വെച്ചു. അപ്പോൾ മീനൻ രാശിയിലെ ഡേറ്റ് നോക്കി 15-ാം തീയതി മുതൽ മാർച്ച് 15 മുതൽ 14 ഏപ്രിൽ വരെ. അപ്പം അതിൽ രാവിലെ 6 മുതൽ 8 ജനിച്ചത് എന്ന് വരിൽ അവരുടെ ലഗ്നം വരുന്നത് മീനൻ രാശി തന്നെയായിരിക്കും. അതായത് ഫസ്റ്റ് രാശി, ഒന്നാമത്തെ രാശി. അതേമാതിരി 8 മുതൽ 10 ജനിച്ചതെന്ന് വരിൽ അത് നോക്കി മേടൻ രാശിയിലോട്ട് പോകും, മേടൻ രാശിയായിരിക്കും. അതുപോലെ ഇടവം രാശി, അപ്പോൾ ഒരു 10 മുതൽ 12 അത് രാവിലെ 10-നും 12-നും ജനിച്ചവരുടെ ലഗ്നം ഇടവൻ രാശിയാണ്. അപ്പം അതേമാതിരി മിഥുനൻ രാശി നോക്കി കഴിഞ്ഞാൽ 12-നും 2-നും വെച്ച് കഴിഞ്ഞാൽ മിഥുനൻ രാശി. അതേ സമയമാണെന്നതിൽ 2 മുതൽ 4 വരെ ജനിച്ച ആൾക്കാർ കർക്കിടകൻ രാശി. ഇപ്പോൾ ഈ കർക്കിടകത്തിലാണല്ലോ ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യാഴം ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ജ്യോത്സ്യനോ ഒരാളുടെ ഒരു ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് തന്നെ ഈസിയായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഇത് ഒരു മെത്തേഡെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ലഗ്നവും ഒന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കണ്ടുപിടിക്കാനെടുക്കാനുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏറ്റവും വ്യാഴമെന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ്, സക്സസിൻ്റെ ഗ്രഹമാണ്, ഫോർച്യൂണ് ലക്കിൻ്റെ ഗ്രഹമാണ്, അതേപോലെ റെസ്പെക്റ്റിൻ്റെ ഗ്രഹമാണ്, ട്രാവൽ അബ്രോഡ് വെളിയിൽ പോകാനുണ്ടെന്ന് വരില്ല, ലക്ഷറിയുടെ ഗ്രഹമാണ്, ബാങ്കിങ് അങ്ങനെയുള്ള ഫൈനാൻസ് അങ്ങനെയുള്ള എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള. അതേമാതിരി മെഡിക്കൽ അസ്ട്രോളജി വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യാഴം നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ശ്വാസകോശത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡയബറ്റീസ്, ഒബിസിറ്റി, ഫാറ്റ് ലിവർ, ബ്രീത്തിങ് പ്രോബ്ലം, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ലഗ്നം നോക്കി നമ്മളിപ്പോൾ ഇതിനകത്ത് കുറേ വേറെ 3-4-5 ചാർട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് ബേസിക്കായിട്ടുള്ള മനസ്സിലാകാൻ. നമ്മുടെ ഇപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ആയിട്ടുള്ള ഇത് കൂടാതെ നമ്മുടെ വേറൊരു ചാനൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ, ഇപ്പോൾ നക്ഷത്രനാടിയുടെ കോഴ്സ് നമ്മൾ ആദ്യമായിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ, അതിനകത്ത് ബേസിക്കായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് നക്ഷത്രനാടിയുടെ കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ചാനലിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്, ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് 2-3 ഡേയ്സിനകത്ത് തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ വരും. അപ്പം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതായത് ആദ്യം നമ്മുടെ കോഴ്സ് നക്ഷത്രനാടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ബൃഹനാടിയുണ്ട്, ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി, അഡ്വാൻസ് ലെവലായിട്ടുള്ള ന്യൂമറോളജി, അങ്ങനെ 3 കോഴ്സാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള അതും വളരെ ഡീപ്പായിട്ട്, ഇപ്പോൾ ലഗ്നത്തിൻ്റെ കാര്യം പറഞ്ഞു, ലഗ്നം കണ്ടുപിടിക്കുന്നതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ കാൽക്കുലേഷൻ ഇല്ലാതെ ജസ്റ്റ് തിങ്കിങ്, എവിടെയെങ്കിലും വഴിയിൽ നിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഒരു സമയം ജനിച്ച മാസം ഇന്നെന്നാണ് ഇവർ ചാർട്ട് കൊടുത്തിട്ടുണ്ടെന്ന്, അങ്ങനെ ഇതേമാതിരി 3 ലെവൽ ഇത് തന്നെയെന്നാണ് ചിലപ്പം ഒരു 10 ഡേ പഠിക്കേണ്ടി വരും പ്രോപ്പറായിട്ടൊന്ന് കണ്ണു അടച്ച് ലഗ്നം പറയാം. അങ്ങനെയാണ് പ്രഡിക്ഷൻ്റെ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ലെവലിലോട്ട് പോകുമ്പോൾ അത് നക്ഷത്രനാടിക്കകത്ത് നമ്മളത് ആ ഒരു സംഭവം കൂടെ പഠിപ്പിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വരില്ല ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ആ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉള്ള താല്പര്യം, അല്ലാതെ ഒഫീഷ്യലി വേറെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ താല്പര്യം ഉണ്ടെന്ന് അതിൻ്റെ ഇവിടെ ലിങ്കുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്നും പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാറോ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രാവലിംഗ് അബ്രോഡ്, അല്ലെങ്കിൽ ജോബ് പ്രൊമോഷന് റിലേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ് ബർത്ത്, മാരേജ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇടവൻ രാശി എന്ന് പറയുമ്പം കാർത്തിക 3/4, രോഹിണി, മകയിരം പകുതി. അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ കാർത്തികയെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ്, ചൊവ്വകർമ്മയിൽപ്പെട്ടതാണ്. അതുപോലെ രോഹിണിയെ കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രനാണ്, ബുധകർമ്മയിൽപ്പെട്ടതാണ്.
മകരത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വയാണ് ഗുരുകർമ്മയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഇടവൻ രാശി എന്ന് പറഞ്ഞാലും ഈ 3 നാൾക്കാരുടെയും സ്വഭാവങ്ങളും അവരുടെയായിട്ടുള്ള പല കാര്യങ്ങളും വ്യത്യാസമായിരിക്കും. പ്രത്യേകിച്ച് ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹങ്ങൾ വ്യത്യാസമാണ്. അതേമാതിരി തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഇവരുടെ കർമ്മങ്ങൾ വ്യത്യാസമാണ്. ഇതിനുപരിയായിട്ട് ഈ രാശിക്കകത്ത് തന്നെ 9 പാദങ്ങളും, അതായത് ഓരോ നാളിലും 4 പാദം, അതുകൂടാതെ ഈ പറയുന്ന ഓരോ രാശിയിലും 9 സബ് ലോഡുകളുണ്ട്. സ്റ്റാർ ലോഡ്, സൈൻ ലോഡ് എന്ന് പറഞ്ഞാൽ സബ് ലോഡ്. അപ്പോൾ ഈ സബ് ലോഡും ഒക്കെ വരുന്നതിനനുസരിച്ച് ഇവരുടെ ആയിട്ടുള്ള മൈന്യൂട്ടായിട്ട് പോകുമ്പോൾ ഇവരുടെ എല്ലാ സ്വഭാവങ്ങൾക്കും രീതികൾക്കും അങ്ങനെയൊക്കെയുള്ള എല്ലാം വ്യത്യാസം വരും. അപ്പം ഇടവക്കൂറുകാർക്ക് കണ്ടകശനിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇച്ചിരി ഫ്രീ ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചറും ചാർട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് വ്യാഴൻ 2-ൽ നിന്ന് 3-ലേക്കാണ് പോകുന്നത്. അപ്പോൾ 2 പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അതുകൊണ്ടിപ്പോൾ 3-ലോട്ട് പോകുന്നത് അത്ര നല്ലതല്ല. പക്ഷെ എന്തെങ്കിലും ബാക്കി അതിന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള, കാരണം വ്യാഴമെന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് ഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ബാക്കി ഇപ്പം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പിക്ചറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 7-ലേക്ക് ഇതിൻ്റെ നോട്ടമുണ്ട്, ദൃഷ്ടിയുണ്ട്. അതേപോലെ 9-ലേക്കും 11-ലേക്കും. അപ്പോൾ 7 പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, അങ്ങനെയുള്ള 7-ാം സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഫാമിലി പരമായിട്ട് കാര്യങ്ങൾ അപ്പോൾ അനുകൂലമായിട്ടുള്ള അവിടെ 7 പറഞ്ഞാൽ അനുകൂലമാണ്. അപ്പം അതേമാതിരി 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനം എന്ന് ഇപ്പോൾ ഇവിടെ 3-ലേക്ക് പോയാൽ അവിടെ മോശമാണ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇവിടെ 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. അന്നേരം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഉയർച്ച കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകും. അതേപോലെ ഒരു 11 എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനമാണ്. അപ്പോൾ ഈ 11-ലേക്ക് ഈ ലാഭസ്ഥാനം ഇത് ആവറേജ് നോക്കുമ്പോഴത്തേന് ഇവർക്ക് പൊതുവേ നല്ലതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. അതേമാതിരി കല്യാണ ആലോചന അങ്ങനെ നടത്താൻ ആഗ്രഹിക്കുന്ന, പുതിയ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല കല്യാണാലോചനകളുടെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ നാളുകാരിൽപ്പെട്ട അല്ലെന്നൊരു പേരുടെ ഭാര്യയ്ക്കാണെങ്കിലും ആരോഗ്യപരമായിട്ട് പല നല്ല രീതിയിൽ എന്തെങ്കിലും അങ്ങനെ മോശമായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള പല രീതിയിലുള്ള, ഭാര്യയ്ക്കായാലും ഇത് ലേഡിയാണെന്നൊരു ഹസ്ബൻഡിനായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെ നേട്ടങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. അതേമാതിരി കടം കൊടുത്തിരിക്കുന്ന പൈസ തിരിച്ച് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ആരൊക്കെ KSF ലോണോ അല്ലെ ചിട്ടിയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അങ്ങനെ ഉണ്ടെന്നൊരു അപ്രതീക്ഷിതമാകാത്ത കിട്ടാൻ, അങ്ങനെ ഒരു ധനലാഭം അല്ലെന്നൊരു ചിട്ടി മാതിരിയുള്ള കാര്യങ്ങൾ അടിക്കാനെടുക്കാൻ, അങ്ങനെയുള്ള ഒരു കാര്യം അല്ലെന്നൊരു ലോട്ടറി അടിക്കാനോ എങ്ങനെയും പൈസ അവിടെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി കൂടെ ഉണ്ട്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഉയർച്ച, പിന്നെ ഈ പുതിയ അതേമാതിരി പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെന്ന് വരില്ല. ഈ പുതിയ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കല്ല പുതിയ കരാറ് ജോലികളിൽ ഏർപ്പെടാനുള്ള സാധ്യത. അതേമാതിരി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കല്യാണം കഴിക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. കോൺട്രാക്ട് വർക്ക് എടുക്കുന്നവർക്ക് പുതിയ എഗ്രിമെൻ്റ് കാര്യങ്ങൾ കരാറ് കിട്ടാനും, അതേപോലെ പ്രണയിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ പ്രണയബന്ധത്തിൽ ഏർപ്പെടാനായി അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ജോബ് പ്രൊമോഷനോ അല്ല ജോബുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യം നോക്കുന്നവർക്കൊക്കെ പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള സമയമാണ്. അപ്പം ഇത് അതേമാതിരി നമ്മുടെ പുതിയ ചാനലുണ്ട് ആസ്ട്രോ പ്ലസ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ പർപ്പസിനുമായിട്ട് അസ്ട്രോളജിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എടുക്കണമെന്നില്ല. അതേമാതിരി പഠിക്കാനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് എന്തെങ്കിലും കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനെടുക്കാനോ ഉണ്ടെന്ന് വരില്ല, അതിനും കോൺടാക്ട് ചെയ്യുക. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കൺസൾട്ടേഷൻ അല്ലെന്നൊരു ഇതിൻ്റെ കംപ്ലീറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉള്ള താല്പര്യമുള്ളെന്ന് വരില്ല. അപ്പോൾ അതെല്ലാം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ള. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ. അപ്പം ഇപ്പോൾ പറഞ്ഞ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരമാണെങ്കിലും നമുക്ക് ചില അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ അത് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യാഴം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങൾ, വ്യാഴം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കാണെന്ന രീതി പറഞ്ഞ പോലെ ആസ്മയ, ലങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ബ്രീത്തിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള, ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, ഫാറ്റി ലിവർ അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ബാക്കി ആൾക്കാർക്ക് കുഴപ്പമില്ല, വ്യാഴം പോസിറ്റീവ് ആക്കാൻ. അപ്പോൾ ഈ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മഞ്ഞൾ കുളിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു തുള്ളി മഞ്ഞൾ വെള്ളത്തിട്ടിട്ട് കുളിക്കുന്നത് നല്ലതാണ്. അതുപോലെ മഞ്ഞൾ പാലിനകത്തിട്ട് കുടിക്കുക.
പാലിനകത്തിട്ട് കഴിഞ്ഞാൽ അത് ശുക്രനെയും വ്യാഴത്തെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു ഇതാണ്. അതുപോലെ നമ്മൾ ചിലപ്പോൾ ഈ നമ്മുടെ വെണ്ണയൊക്കെ തൊട്ട് അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരാണ് മഞ്ഞൾ ചേർത്ത് വെണ്ണയും കൂടെ കൂട്ടി നെറ്റിക്ക് തൊടുന്നത് ഏറ്റവും നല്ലതാണ്. നെറ്റിക്ക് അങ്ങനെയുള്ളവരാണ് നിലവിലെ സമ്പത്ത്, അത് വലിയ പൈസ സമ്പത്ത് അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് വ്യാഴം. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള പല പോസിറ്റിവിറ്റി നമ്മളുള്ള അട്രാക്റ്റ് ചെയ്യും. പിന്നെ മഞ്ഞ ചരട് കെട്ടുന്നത് അത് വ്യാഴത്തിൻ്റെ റേഡിയേഷൻ. ഇവൻ നിങ്ങൾക്ക് വാസ്തുപരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ പോലും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പോലും ആ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ആ റേഡിയേഷൻ്റെ ഉള്ള ആ ഏരിയയിൽ യെല്ലോ വാൾപേപ്പർ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ നിങ്ങൾക്ക് വലിയ നല്ല പൈസയായ കാര്യങ്ങൾ മൊബൈലിൽ ഇത് സ്ക്രീൻ സേവറായിട്ട് യെല്ലോ കളറുള്ള സൺഫ്ലവർ അങ്ങനെയൊക്കെ ഉള്ളത് മൊബൈലിൽ വേണമെന്നൊരു യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് വേറെ ഇങ്ങനെ ദാനധർമാദികൾ ഈ വേറെയും ഒരുപാടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ഈ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. ബൈ.